ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 224 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയ നിയമ പ്രവാചകന്മാരെ പറ്റി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എഗസ്കേൽ എന്ന പ്രവാചകനെ പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം. യിരെമ്യാവിന്റെ കാലത്തെ സമാപനമായപ്പോൾ തന്റെ പ്രവചനം അംഗീകരിക്കാതെ വന്നപ്പോൾ ബാബിലോണിലെ രാജാവ് പലവട്ടം വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയും ദൈവാലയം നശിപ്പിക്കുകയും അവസാനമായി ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെ അടിമകളായിട്ട് നേരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ എഗസ്കേൽ എന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. അത് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പുരോഹിതനായ ബൂസിയുടെ മകൻ എഗസ്കേലും പുരോഹിതനായിട്ട് നിയമിക്കപ്പെട്ടതിനാലെ അദ്ദേഹവും പുരോഹിതനായിരുന്നു. അതേ സമയത്ത് നല്ലൊരു പ്രവാചകൻ കൂടിയായിരുന്നു. ദാനിയേലും എഗസ്കേലും സമകാലികന്മാരാണ്. ദാനിയേലിന് കൊട്ടാരത്തിനും അടുത്തുള്ളായ താമസ സൗകര്യം ഉണ്ടായി. താന് ഒരു പ്രവാചകനും ബുദ്ധിമാനും എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ എഗസ്കേലിനെ അവരെങ്ങനെ ഗമനിച്ചില്ല. എഗസ്കേലിനെ ഒരു അടിമയായിട്ട് കേബാർ നദീതീരത്തുള്ളായ തേൽ അബീബെ എന്ന കോളനിയിൽ അവിടെ താമസിപ്പിച്ചു. അവിടെ താമസിപ്പിച്ച് അടിമപ്പണി ചെയ്യുന്നു എഗസ്കേൽ. മറ്റേ കൊട്ടാരത്തിൽ പാർത്തുകൊണ്ട് അവിടെ ദാനിയേലായിരിക്കുന്നു. എന്നെ ഇങ്ങനെ ഈ അടിമപ്പണിക്ക് വേണ്ടി ഇവിടെ ആക്കിയല്ലോ എന്നുള്ള ചിന്തയൊന്നും എഗസ്കേൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് ശുശ്രൂഷയുടെ ബലം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ചിന്താഗതി. അദ്ദേഹം അവിടെ സുഖം അനുഭവിക്കുന്നു, ഞാനിവിടെ പണി ചെയ്യുന്നു എന്ന് എഗസ്കേൽ ചിന്തിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ എവിടെയാക്കിയാലും നമുക്ക് നാം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിന് നമ്മെ കൊണ്ട് ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നമ്മളെ ഓരോ സ്ഥലത്തും താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് ചെറിയവനെന്നോ വലിയവനൊന്നുമില്ല. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുക. എഗസ്കേൽ കേബാർ നദിയിൽ അവിടെ വികസന പരിപാടിക്ക് വേണ്ടി, അതിനെ ആഴം കൂട്ടുന്നതിന് വേണ്ടിയും അതിന്റെ മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയായി ഒരു തൊഴിലാളി, ഒരു അടിമയായിരിക്കുമ്പോൾ തന്നെ ഒരല്പസമയം ലഭിക്കുമ്പോൾ ദൈവവുമായിട്ട് താനെ ഒരു കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ട്. അത് തുടങ്ങുന്ന ഇപ്രകാരമാണ്. 1-ാം അധ്യായത്തിന്റെ താഴോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്രകാരം കാണും. അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, കേബാർ നദി തീരത്ത് വെച്ച് ബൂസിയുടെ മകൻ എഗസ്കേൽ പുരോഹിതനായിരുന്നു. യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായി. എവിടെയായിരുന്നാലും, അടിമപ്പണിയായിരുന്നാലും, ഏത് സ്ഥാനത്തായിരുന്നാലും യഹോവയുടെ അരുളപ്പാടുണ്ട്. ഇനി എന്ത്? ബൂസിയുടെ മകനായിരിക്കുന്ന എഗസ്കേലിനെ തേടി സർവേശ്വരൻ ദൈവം വരുന്നു അവനെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ
അവനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി വരികയാണ്. ഇവിടെ വരുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ അടുത്ത് കേബാർ നദി തീരത്തുള്ള ആലൊരു വൃക്ഷത്തിന് ചുവട്ടിലേക്ക് യഹോവ വരുന്നു. ആ യഹോവ വരുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ നോക്കിയപ്പോൾ ആത്മാവിൽ കാണുകയാണ്, വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ്. നോക്കാൻ ദൈവം നമ്പരം വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആരെ തേടിയാണ്? അടിമച്ചെറുക്കനെ തേടി. വലിയൊരു മേഘം, ഒന്നും കാണാൻ പറ്റുകയില്ല. ആദ്യം കൊടുങ്കാറ്റ് വരുന്നു, മേഘം വരുന്നു, അടുത്ത് വരുന്നത് പാളിക്കത്തുന്ന തീ വരുന്നത് കണ്ടു. ദൈവം തമ്പുരാൻ യെഹെസ്കേലിനെ തേടി വരുന്ന സംഭവം അവിടെ വിരിച്ചിരിക്കുകയാണ്. അതിനു ചുറ്റും ഒരു പ്രകാശവും, അതിന് നടുവിൽ, തീയുടെ നടുവിൽ തന്റെ ശുക്രസ്വർണം പോലെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സമാപനം ഇങ്ങനെയാണ്. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവണു വീണു. സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ കേട്ടു. ആ കേട്ട ശബ്ദം എങ്ങനെയാണ്? 2-ാമത്തെ വാക്യം, മനുഷ്യപുത്ര നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. തകർന്നിരിക്കുന്ന മനുഷ്യരെ, ഇനി ജീവിതത്തിൽ രക്ഷയില്ല, എന്റെ അടിമത്തത്തിനൊന്നും രക്ഷയില്ലെന്ന് വിചാരിച്ച യെഹെസ്കേലോട് പറയുകയാണ്, നിവർന്നു നിൽക്ക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യപുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നേരെ നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ തകർന്നവനായിരിക്കാം, ഇനി ഒരു രക്ഷയില്ല, ഒരു ഭാവി ജീവിതമില്ല, എന്നെ ആരും കാണുന്നില്ല, ഞാനിവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിക്കരുതേ. നീ മുട്ട നിന്നാൽ നിന്നെ തേടി വരുന്ന ഒരു നല്ല ദൈവമാണ്. ഇദ്ദേഹം ചിന്തിച്ചില്ല, ദാനിയേലും ഞാനും സമകാലികന്മാരാണ്. ദാനിയേൽ കൊട്ടാരത്തിൽ താമസിക്കുന്നു, ഞാൻ ഈ കോളനി താമസിക്കുന്ന ചിന്ത യെഹെസ്കേലിനെ ഭരിച്ചില്ല. കാരണം യെഹെസ്കേലിനറിയാം, എന്നെ കോളനിയിലാക്കിയിരിക്കുന്ന ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദാനിയേലിനെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുന്നതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഇവരെ വിലയിരുത്തുമ്പോൾ ദാനിയേലിനെ പറ്റി നമുക്ക് വേണപ്പോഴും കർത്താവിന്റെ വിലയേറിയ ദാസൻ എന്ന് പറയും. കാരണം കൊട്ടാരത്തിൽ താമസിക്കുന്നത് കൊണ്ട്, യെഹെസ്കേൽ കോളനി താമസിക്കുന്നതുകൊണ്ട് ഒരു സാധാ വാക്ക് പറയും, ആ കർത്താവിന്റെ ദാസൻ യെഹെസ്കേൽ നമ്മുടെ മുമ്പിലുണ്ട്. ഇല്ല, ദൈവത്തിനെല്ലാരും ഒരുപോലെയാണ്. ഒരേ ശുശ്രൂഷ ദൈവത്തിനുണ്ട് ചെയ്യുന്നു എന്ന കാഴ്ചപ്പാട് ഉണ്ടാകട്ടെ. ക്ലാസ്സുകൾ പിന്നെ തുടരാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമുക്ക് ഒരുങ്ങുക, ഒരു വലിയ ഉണർവ് കൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.